UDF-ന് മുമ്പ് ഒരു കാലത്തും ഇല്ലാത്ത വിധം മുന്നൊരുക്കം ഉണ്ടായ ഒരു കാലമാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കഴിഞ്ഞ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഏറ്റവും കുറച്ചു മാത്രം റബലുകൾ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വയനാട്ടില് ഒരു ഹോട്ടലില് വളരെ വിശാലമായിട്ട് ഒരു കേരളത്തിലെ മിക്കവാറും എല്ലാ കോൺഗ്രസ് നേതാക്കളും വന്നിരുന്ന് ചർച്ച നടത്തി എങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പിന് നേരിടുന്നു. അത് ഈ സമീപകാലത്തൊന്നും അങ്ങനെ ഒരു കൂടിയാലോചന പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മള് തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്ന ഉടൻ CPI-യും CPM-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചത് കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങളാണ്. ഞങ്ങൾ ആദ്യം പ്രഖ്യാപിക്കും, ഞങ്ങൾക്ക് 24 മണിക്കൂർ മതി എന്നൊക്കെ പറഞ്ഞ ഇവരൊരു പ്രചണ്ഡമായ ഒരു പ്രചാരണ കോലാഹലം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പിന്നിൽ പോകരുത് എന്ന് കരുതി, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിന് മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും പിന്നിൽ പോയതിന്റെ അവസ്ഥ വെച്ച് ഇതിൽ പിന്നിൽ പോകരുതെന്ന് അവർ ആ ഗൃഹപാഠത്തിനെ തുടർന്ന് UDF നടത്തിയ ഗൃഹപാഠം കണ്ട് LDF മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. പിന്നെ UDF-നെ സംബന്ധിച്ച് ഒരു കാലത്തും അവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്തും തെരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ ചെയ്തിരുന്നത്. അതാണെന്ന് തോന്നുന്നു അവരുടെ എല്ലാ കാലത്തെയും ഒരു മൈലേജ് എന്ന് പറയാവുന്നത്. അതെ, അവരെ ഈ പറയുന്ന പോലെ അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥികൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടും തല്ലും അടിയും ഒക്കെ ഉണ്ടാകുന്നു. അതൊക്കെ തന്നെ ഈ പബ്ലിസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് അതിലെ പ്രധാനം എന്നാണ് ഒരു UDF നേതാവ് പറഞ്ഞത്. അതിൽ നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല. എങ്ങനെയായാലും ജനങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുക. അത് സീറ്റിന് വേണ്ടി ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ നിയമസഭ MLA ആയിരുന്നവർ പോലും എത്ര പേരാ തയ്യാറായത്. അപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും മത്സരിക്കുക എന്ന് പറയുന്നത് ജന്മാവകാശം എന്നുള്ള നിലയിൽ നിൽക്കുന്നു. അതിലൊരു ഇതെന്ന് പറഞ്ഞാൽ അതിൽ വിജയിച്ചവർ തന്നെ ഇപ്പോൾ വീണ്ടും അടുത്ത് നിയമസഭയിൽ വരുന്നു. അത് കഴിഞ്ഞ് പാർലമെന്റിൽ മത്സരിച്ചവർക്ക് ഇവിടെ മത്സരിക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ കാണിക്കുന്നത് മൊത്തത്തിൽ കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഇത്തവണ LDF-നെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് എന്തായാലും UDF പ്രവർത്തകരിൽ വലിയൊരു ആത്മവിശ്വാസം ഉള്ള ഒരു കാലമാണ്. അപ്പൊ അത് എത്രമാത്രം ശരിയോ തെറ്റോ ആയാലും അതിന്റെ പേരിലാണ് ഈ MP-മാർ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കാനും ഞങ്ങൾക്ക് മന്ത്രിയാകണം എന്നുള്ള ആഗ്രഹത്തോടെ വളരെ ശക്തമായിട്ട് നിൽക്കുന്നത്.